ആ നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു പാചകക്കുറിപ്പ് ഇടാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വൈകുന്നേരത്തെ കാപ്പിക്ക് പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കടച്ചക്ക കൊണ്ടുള്ള ഒരു ബജ്ജി. കടച്ചക്ക എന്ന് പറയുമ്പോൾ അറിയുമല്ലോ, ഏകദേശം എത്ര നീളമൊക്കെ ആയിട്ട് ഉരുണ്ട് അങ്ങനെ ഒരു അത് ചിലത് നല്ല വലുതായിട്ടും കിട്ടും, ചിലത് ചെറുതായിട്ടും ഉണ്ടായിട്ടും കിട്ടും. എനിക്കിന്ന് കിട്ടിയത് ഒരു ചെറുതെന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ വണ്ണമൊക്കെ ഉണ്ട്, നീളപ്പാടധികമില്ല. ഞാൻ ആ കടച്ചക്ക അതിന് വേണ്ട റെസിപ്പി പറയാം. ബജ്ജി എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കണം, മാവിൽ മുക്കിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കടച്ചക്ക ചെത്തി തൊലി കളഞ്ഞേച്ച് അതിനെ 4ആയിട്ട് മാത്രം കീറുക. 4ആയിട്ട് നീളപ്പാട് കീറിയിട്ട് ഉള്ളെ ആ കൂഞ്ഞ് അങ്ങ് ചെത്തി കളയുക. അത് കഴിഞ്ഞ് കനം കുറച്ച് ഇങ്ങനെ നീളപ്പാട് അങ്ങോട്ട് മുറിച്ച് അപ്പോൾ ഒരു പകുതി കടച്ചക്ക എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 8 കഷ്ണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പകുതിയുടെ 4/1 കൊണ്ട് ഇങ്ങനെ കീറി പഴബോളിക്ക് കീറണ പോലെ ഇത് കീറി 4 കഷ്ണം 8 കഷ്ണം കിട്ടും. അപ്പോൾ ഒരു കടച്ചക്ക കൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് 16 എണ്ണം. അതിലും കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ എണ്ണം കുറയും, കട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം കൂടും. അത് കഴുകി തൊണ്ട് ചെത്തി ഇതുപോലെ കീറി കഴിഞ്ഞ് കഴുകി എടുത്തിട്ട് ഒരു മൈക്രോവേവിൽ വെക്കാവുന്ന വിധത്തിലുള്ള, പണ്ട് കാലത്തൊക്കെ ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കാറ്. ഇപ്പോൾ ഒക്കെ മൈക്രോവേവൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ സൗകര്യങ്ങളൊക്കെ ആയില്ലേ നമുക്ക്. അപ്പം ലേശം ഉപ്പ് കയ്യിലെടുത്ത് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇതിൻ്റെ മീതെ ലേശം ഉപ്പേ പാടുള്ളൂ, അതായത് ആ ചക്കയ്ക്ക് വേണ്ടതായ ഉപ്പ് മാത്രം എടുത്തിട്ട് മൈക്രോവേവിൽ ഒരു 3 മിനിറ്റ് വയ്ക്കുക. എന്നുവെച്ചാൽ ചക്കയ്ക്കൊരു വേവുണ്ട്, ആ വേകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിന് മുക്കിയെടുക്കാനുള്ള മാവ് സെറ്റ് ചെയ്യാം. ആ മാവിന് വേണ്ടത്, ബജ്ജി മാവിന് വേണ്ടത് ആദ്യം തന്നെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാരംഭ നടപടിയായിട്ട് കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത്. അത് പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി. അരിപ്പൊടി ഉണ്ടെങ്കിൽ ആ അരിപ്പൊടി എടുക്കാം കുറച്ച്. അതല്ലെങ്കിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു വാളൻ പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു 1 മണിക്കൂർ മുമ്പ്. പിന്നീട് അതെടുത്ത് മിക്സിയിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ 3 സ്പൂൺ മൈദ, 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ റവ. ഈ റവ ഇടണത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, എന്തൊരു സാധനവും നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നത് മുരിഞ്ഞിരിക്കാൻ ഈ റവ വളരെ നല്ലതാണ്. റവ നമ്മൾ വെള്ളമൊഴിച്ച് ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് അത് കുടഞ്ഞു വരുമെങ്കിലും പച്ചക്കുള്ള റവ പച്ച വെള്ളത്തിലായിട്ട് വരുമ്പോൾ അത് എണ്ണയിൽ തിളച്ച എണ്ണയിൽ ഇതാകുമ്പോൾ മുരിഞ്ഞിരിക്കുകയാണ് ചെയ്യുക. ഇതെല്ലാം കൂടെ അരച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആ മാവിലേക്ക് ലേശം, ആ മാവിന് ആവശ്യമായിട്ടുള്ള ലേശം ഉപ്പ്, അല്പം മുളക് പൊടി, കായം, ഇത്രയും വേണം. ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞാൽ അച്ചാർ പൊടി ഇട്ടാൽ മതി. അച്ചാർ പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അല്പം പോരായ വരുമെന്ന് സംശയമുണ്ട്, അത്രയേ ഉള്ളൂ. ഞാനൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ മാവ് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് പച്ചരി, മൈദ, കടലമാവ്, റവ, ഈ 4 ഐറ്റംസ് ക്രമമായിട്ട് അതിൻ്റെ റേഷ്യോ അനുസരിച്ച് എടുത്ത് കലക്കുക. അതിനകത്ത് ഉപ്പും അച്ചാർ പൊടിയും കൂടി ചേർത്ത് മാവ് റെഡിയാക്കുക. ഇന്നിപ്പോൾ പച്ചക്ക് കറിവേപ്പില ഒടിച്ച് കൊണ്ടുവന്ന് ധാരാളമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 ഇതള് കറിവേപ്പിലയും കൂടെ ഊർത്തിയ മാവിലേക്ക് ഇട്ടു. കറിവേപ്പിൻ്റെ ഇലയ്ക്ക് എന്തായാലും ദുസ്വാദൊന്നും ഇല്ലല്ലോ, എന്തായാലും ഒരു മണവും ഇതൊക്കെ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ച് അത്രയും ഇട്ടു. ഒരു നുള്ള സോഡാപ്പൊടി കൂടി മാവിലിട്ട് ചേർത്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. ചേർത്തിട്ട് ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. നമ്മൾ ആ മൈക്രോവേവിൽ വെച്ചതൊക്കെ എടുത്ത് എണ്ണ എടുത്ത് ഒരു ഹിൻഡാലിയത്തിൻ്റെ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്കും മുക്കിയെടുക്കാനുള്ള ഇതും റെഡിയാക്കി. അപ്പോൾ ഈ മാവ് സെറ്റ് ചെയ്തതിൻ്റെ കൂടെ ഉപ്പും ഇതൊക്കെ ഇടുന്നതിൻ്റെ കൂടെ ഇത്തിരി സോഡാപ്പൊടി ഇട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഇല്ലെങ്കിലും നമുക്കിതിൽ കുമ്പളച്ച് വരും.
ഇനി നമ്മൾ എണ്ണ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങൾ ഓരോന്നെടുത്ത് ഈ മാവിലേക്ക് മുക്കി എണ്ണയിലിട്ടങ്ങോട്ട് വറക്കുക. വറുത്ത കോരി എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായക്ക് നല്ലതാണ്. ഇത്തിരി മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു ബജ്ജി, മുളകാ ബജ്ജി ഉണ്ട്, വഴുതനങ്ങ ബജ്ജി ഉണ്ട്, ഈ പലതരത്തിലും ബജ്ജികളുണ്ടല്ലോ. അപ്പോൾ കായ ബജ്ജി, പട്ടിക്കായ കൊണ്ട് ബജ്ജി ഉണ്ടാക്കും എന്ന പോലെ ഈ കടച്ചക്ക കൊണ്ട് ബജ്ജി ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. കാണാനുണ്ടോ? നോക്കൂ. ഇത് കടച്ചക്ക ബജ്ജി. നല്ലൊരു കായത്തിൻ്റെയും മുളകിൻ്റെയൊക്കെ നല്ലൊരു വാസനയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എല്ലാ കാര്യം ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എത്രയും ചൂടോടുകൂടി കഴിക്കണം, അതാണ് സ്വാദ്. ഇപ്പം ഇതിനുണ്ടല്ലോ പാകത്തിന് ചൂടാ. എന്താ ഒരിടത്ത് കഴിച്ചു നോക്കുന്നേ, നല്ല സ്വാദാണ്. കടച്ചക്ക ബജ്ജി. ഈ കടച്ചക്ക ബജ്ജി നിങ്ങളുടെയൊക്കെ പലരുടെയും ഭവനങ്ങളിലുണ്ടാവും. ഇവിടെ ഇല്ല കേട്ടോ. പച്ചക്കറിക്കാരൻ ഇതിൽ വരുമ്പോൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് അത്ര. പിന്നെ ഇതിപ്പോൾ ഈ ഒരെണ്ണം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പറമ്പിൽ പറക്കുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അവർ ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ കിട്ടിയതാണ്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. ഇതുകൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. സാമ്പാറിന് നല്ല ഒന്നാണ് സാധന. ചിലരിതുകൊണ്ട് ഓലം വയ്ക്കും, എരിശ്ശേരി വയ്ക്കും. പിന്നെ ഇത് കായ വറക്കണ പോലെ ഇത് കനം കുറച്ചെടുത്തിട്ട് വറുത്തെടുക്കും. അങ്ങനെയൊക്കെ പലതും ചെയ്യുന്നത് കാണാറുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ബജ്ജി ഉണ്ടാക്കി. എൻ്റെ അഭിപ്രായത്തിൽ സാമ്പാർ വയ്ക്കാനും ബജ്ജി ഉണ്ടാക്കാനുമാണ് ഏറ്റവും നല്ലത് ആയിട്ട് തോന്നുന്നത്. പിന്നെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാം കേട്ടോ, നല്ല സാധനമാണ്. തീയൽ കൂട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് വേവിച്ചെടുത്ത് തീയൽ കൂട്ടും കൂട്ടി ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ പാചകം കടച്ചക്ക ബജ്ജി ഒന്നെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സ്വാദുള്ള സാധനമാണ്. എല്ലാവർക്കും നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവരും കടച്ചക്ക ബജ്ജി ഉണ്ടാക്കുമെന്നും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്നുമുള്ള ഒരു വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി.